നമസ്കാരം. തുടക്കത്തിൽ നമ്മുടെ പത്മജ വേണുഗോപാൽ, നമുക്കറിയാമല്ലോ, കരുണാകരൻ്റെ മകൾ, പ്രിയപുത്രി, ഇപ്പോൾ BJPയുടെ മാനസപുത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൽ ജീവനും കൊണ്ടോടി എന്ന് പറയുന്ന മുരളീധരൻ്റെ പ്രസ്താവനയുടെ ഒരു കാർഡൊക്കെ വെച്ചിട്ട് ആണ് അത്, അതായത് ആ കാർഡൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കെ മുരളീധരന് 1 മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അവിടെയാണ് 10 കൊല്ലം ഇവരുടെയൊക്കെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ കിടന്നത്. ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ നിന്നവർക്ക് ഉയർന്ന പദവിയും സമ്മാനങ്ങളും. എന്നെ ചീത്ത പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു കാര്യം പറയാനുണ്ട്. കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കെ കരുണാകരൻ്റെ മക്കളെ വേണ്ട. അവരെ പുകച്ച് പുറത്ത് ചാടിക്കലാണ് അവരുടെ ഉദ്ദേശം. എൻ്റെ കാര്യത്തിൽ അവർ വിജയിച്ചു. ഇനി അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണ്. എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ. ഇങ്ങനെയാണ് പത്മജ വേണുഗോപാൽ ഒരു ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതിനാധാരമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഈ കോൺഗ്രസ് പാർട്ടിയിലെ തമ്മിലടി, ഒത്തൊരുമയില്ലായ്മ, ഇതിനെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ബസ് ആണ് എന്ന്. അതുകൂടാതെ അദ്ദേഹം അവിടെ നിന്ന് ജീവനും കൊണ്ടോടി എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ജീവനും കൊണ്ടോടി. ഏകദേശം 56,000 ചില്ലാനം വോട്ട് കോൺഗ്രസിൽ നിന്നും മറിഞ്ഞ് BJPയിലേക്ക് പോയി. ഒരു പ്രത്യേക മതവിഭാഗം ഒഴികെ ബാക്കിയുള്ളവരെല്ലാം BJPക്ക് വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് നേരെ അവിടെ നിന്ന് ഇവിടേക്ക് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നട്ടും ഒരു വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റി. ആ വണ്ടി അപ്പോഴാണ് അറിയുന്നത് അതിന് നട്ടും ബോൾട്ടും സ്റ്റിയറിംഗും ഒന്നുമില്ല. അതോടുകൂടി അവിടെ ജീവനും കൊണ്ട് ഓടേണ്ടി വരും വന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയിലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ അതിദാരുണമാണ് എന്ന് കെ മുരളീധരൻ പറയാതെ പറഞ്ഞു വെക്കുന്നു എന്നർത്ഥം. ഇവിടെ മറ്റൊരാൾ നേരത്തെ പറഞ്ഞ പോലെ പത്മജ വേണുഗോപാൽ കെ മുരളീധരനെ കൂടെ എങ്ങനെയെങ്കിലും BJPക്കുള്ളിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. ഇനി എന്താണ് ഇപ്പോൾ സത്യത്തിൽ കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതല്ല, പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ഒതുക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഒതുക്കാനുള്ള ശ്രമമാണ് കെ മുരളീധരനെതിരായി ഇപ്പോൾ പാർട്ടി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി നേതൃത്വം എന്ന് പറയുമ്പോൾ മിക്കവാറും VD സതീശനെ മാത്രമാണ് അതിൽ നമുക്ക് ലക്ഷ്യം വെക്കേണ്ടി വരിക. എവിടെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുമോ, എവിടെയൊക്കെ ഇട്ട് വെട്ടാൻ പറ്റുമോ അത്രത്തോളം വെട്ടുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ശശി തരൂർ നടത്തിയ ഒരു മലബാർ പര്യടനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ മലബാർ പര്യടനത്തിൽ തരൂരിനെ ഒരു കാരണവശാലും മലബാർ പര്യടനം നടത്താൻ അനുവദിക്കില്ല, അവിടുത്തെ ഒരു പൊതുവേദിയിൽ പോലും കയറ്റില്ല എന്നുള്ള തീരുമാനം KPCC അടക്കം എടുത്തു കഴിഞ്ഞു. കാര്യം KPCCയുടെ അനുമതിയില്ലാതെ തരൂര് പ്രകടനം നടത്താൻ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പം ഇതിനൊന്നും അനുമതിയില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരോട് പറഞ്ഞ് നിങ്ങൾ ആരും സഹകരിക്കരുത്. അവസാനം MK രാഘവൻ മുൻകൈ എടുത്തുകൊണ്ട് മുൻകൂർ നിശ്ചയിച്ച പ്രകാരം അവിടെ ഒരു ലൈബ്രറിയിൽ നടത്തിയ പരിപാടിയിൽ തരൂരിനെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തരൂരും വികാരവിവശനായി കാര്യങ്ങൾ സംസാരിച്ചു. അതോടൊപ്പം വികാരാധീനനായി സംസാരിച്ചത് MK രാഘവനാണ്, ഇപ്പോഴത്തെ MP. അവ ഈ രീതിയിൽ അവിടെ ഒരു വലിയ വിഭാഗീയതയ്ക്ക് അവിടെ നിന്ന് തിരികൊളുത്തി. ആ സമയത്ത് മാധ്യമങ്ങൾ ഈ തരൂരിൻ്റെ പര്യടനത്തെക്കുറിച്ചും തരൂരിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഒരു വിശ്വാസ്യതയെക്കുറിച്ചും ഒരു ചോദ്യം വന്നു. വിശ്വാസ്യതയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ചും ഒക്കെ അവിടെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ, ജനപ്രീതിയെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച ബലൂണുകളാണ് ശശി തരൂരിനെ പോലെയുള്ളവരെന്ന് ഭംഗ്യന്തരേണ VD സതീശൻ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് നേരെ ചെന്നിട്ട് മാധ്യമപ്രവർത്തകർ കെ മുരളീധരൻ്റെ ചോദിച്ചപ്പോൾ കെ മുരളീധരൻ അന്നേരം പറഞ്ഞ മറുപടി, ഇങ്ങനെ ഊതിപ്പെരുപ്പിക്കുന്ന ബലൂണുകൾ മാത്രമേ VD സതീശൻ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ ഒരു കുഴപ്പമാണ് എന്ന് വളരെ മനോഹരമായി കെ മുരളീധരൻ പറഞ്ഞു വെക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന നേതൃത്വത്തിനോട് അത്ര കണ്ട് നല്ല ഒരു സമീപനമല്ല കെ മുരളീധരൻ തുടക്കം മുതൽ പുലർത്തി വരുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം തമ്മിത്തല്ലരുത് എന്ന് പറഞ്ഞു. അവിടെ തന്നെ തോൽപ്പിച്ചതാണ് എന്നുള്ള കാര്യം പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു കെ മുരളീധരൻ ഈ തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം ചെയ്തത്. അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി അനവധി പ്രശ്നങ്ങളിലൂടെ
മുരളീധരന് കടന്നു പോകേണ്ടി വന്നു. അതിൽ നിന്ന് ഒരിക്കലും ഇനിയും ഒരു മത്സര രംഗത്തേക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കാരണം കോൺഗ്രസ്സുകാർ മുഴുവൻ കാലുവാരികളാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ഇനിയും തനിക്ക് മത്സരിക്കാൻ ഒരു മൂഡില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു വെച്ചു. അതിനുശേഷം പറഞ്ഞു, ഞാൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ അവരുടെ പ്രവർത്തകർക്കിടയിൽ സാധാരണ പ്രവർത്തകർക്കിടയിലും താൻ ഒരു ഉണ്ടാകും എന്നുള്ള വിവരം മാധ്യമങ്ങളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് വയനാട് സീറ്റ് വെച്ച് നീട്ടി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ നിൽക്കില്ല. പാലക്കാട് ഷാഫി പറമ്പിൽ ഇട്ടേച്ചു പോയ പാലക്കാട് എന്ന് പറയുന്ന സീറ്റ് വെച്ച് നീട്ടി. അതിലും അദ്ദേഹം തൃപ്തനായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ പറഞ്ഞു, KPCC അധ്യക്ഷ സ്ഥാനം വേണമെങ്കിലും ഞാൻ വിട്ടു നൽകാം എന്ന് മുരളീധരന് വേണ്ടി കെ സുധാകരനും പറഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഈ ജില്ലാ കളക്ടർമാരെ മാറ്റുന്നത് പോലെ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ അവിടെ മണ്ഡലത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയില്ല, അവിടുത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതൊന്നും തിരിച്ചറിയാത്തവരാണ് കോൺഗ്രസ് നേതൃത്വം എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിലെ നിശിതമായി വിമർശിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു. സാധാരണ അടിത്തട്ട് മുതൽ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പല കോൺഗ്രസ് കമ്മിറ്റികളിലും അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം, ഇപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ച പരാജയം, അതിനുശേഷം അദ്ദേഹത്തിന് പറഞ്ഞു പാലക്കാട് മത്സരിക്കാൻ പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനിടയിൽ ഒരു നേതൃ ക്യാമ്പ് വയനാട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു KPCCയുടെ നേതൃത്വത്തിൽ. പക്ഷേ അന്ന് VM സുധീരനും കെ മുരളീധരനും അതിൽ പങ്കെടുത്തിരുന്നില്ല. അതെ, അവർ പറഞ്ഞത് കെ മുരളീധരൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മുരളീധരൻ അങ്ങോട്ട് പങ്കെടുത്തില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ ഒരു വിമർശനം അദ്ദേഹത്തിനെതിരെ ഉണ്ടായി എന്നും ഉണ്ടായില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ KPCCയുമായി ഒരല്പം അകന്ന് കഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ KPCCയെ സമയത്തോളം മിക്കവാറും നടക്കാൻ പോകുന്ന യോഗങ്ങളിൽ മിക്കവാറും ഇദ്ദേഹത്തിനെതിരായി ശക്തമായ വിമർശനം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കെ മുരളീധരൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന, തന്നെ നട്ടും ബോൾട്ടും സ്റ്റിയറിംഗും ഒന്നുമില്ലാത്ത ഒരു വണ്ടിയിലാണ് തന്നെ കയറ്റി വിട്ടത്, അത് പിന്നീടാണ് തിരിച്ചറിയുന്നത്, എങ്ങനെയെങ്കിലും അവിടെ തടി ഊരി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തൃശ്ശൂരിൽ 56,000 വോട്ടിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 56,000 വോട്ടുകൾ എവിടെ പോയി എന്ന് കോൺഗ്രസിന് അറിയാം, കൃത്യമായി കോൺഗ്രസിന് അറിയാം. ഇതെവിടെയാണ് അവരുടെ 56,000 വോട്ട് പോയി ചേർന്നത് എന്ന്. ഇപ്പം മുസ്ലിങ്ങളല്ലാതെയുള്ള ബാക്കിയുള്ള സമുദായത്തിൽപ്പെട്ട എല്ലാവരും BJPക്ക് വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പറഞ്ഞു വെക്കുന്ന നേതൃത്വത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇതിനിടയിൽ VD സതീശനോട് അത്ര കണ്ട് സ്നേഹമോ ഒരു സാമീപ്യമോ ഒന്നും പുലർത്താത്ത ഒരാൾ കൂടിയാണ് കെ മുരളീധരൻ. ഇവർ തമ്മിലുള്ള പടലപ്പിണക്കത്തെക്കുറിച്ച് പലപ്പോഴും പല വേദികളിലും അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞിരിക്കുന്നത്, ഇനി ഒത്തൊരുമിച്ച് നിന്നില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ തകരും. അതുമാത്രമല്ല, ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് ബസ്സാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടല്ലേ വരികയുള്ളൂ, അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയുള്ളൂ. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടി ഏറെക്കുറെ തീരും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത്. ഇടയ്ക്ക് ഇതിൻ്റെ തമ്മിത്തല്ല് അങ്ങോട്ട് രൂക്ഷമായി. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സമരാഗ്നിക്കിടയിലുണ്ടായ തമ്മിത്തല്ല്, ആ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വിജയത്തെ സംബന്ധിച്ചുള്ള ഒരു തമ്മിത്തല്ല്, മൈക്കിന് വേണ്ടിയുള്ള കടിപിടി, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മുരളീധരൻ അന്ന് പറഞ്ഞിരുന്നു, 2 കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഭരണഘടനയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഭരണഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നത് KPCC അധ്യക്ഷനായിരിക്കും എപ്പോഴും. UDF എന്ന് പറയുന്ന മുന്നണിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പ്രതിപക്ഷ നേതാവുമായിരിക്കും. ഇതാണ് അന്ന് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചത്. ഭരണഘടന പഠിപ്പിക്കുക കൂടി ചെയ്തു. കാര്യം ഒട്ടേറെ വിമർശനങ്ങൾ പ്രവർത്തകർക്കിടയിലുണ്ടായി. അതായത് VD സതീശനും സുധാകരനും തമ്മിൽ തല്ലുന്നതിനെക്കുറിച്ച്. അപ്പോൾ അന്ന് കെ മുരളീധരൻ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. ഇതൊന്നും ആരും ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KPCCയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ കണ്ണിൽ കരട് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ആ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കെ കരുണാകരൻ്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു അയ്യങ്കാളി ഹാളിൽ വെച്ച് തിരുവനന്തപുരത്ത്. അപ്പോൾ അന്ന് കെ മുരളീധരൻ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പീതാംബരക്കുറുപ്പിനെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ VD സതീശനെയെങ്ങും കണ്ടില്ല. അതിൽ ക്ഷണിച്ചിട്ടുമില്ല. അതിനുവേണ്ടി അടിച്ചിറക്കിയ നോട്ടീസിൽ പോലും ഒരു പടം വെച്ചില്ല. അതേസമയം അദ്ദേഹം വിളിച്ചിരുന്നത് കെ സുധാകരനെയാണ്. കെ സുധാകരനെ അവിടെ കൊണ്ടുവരികയും കെ സുധാകരനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നിലവിലത്തെ അവസ്ഥ നോക്കിയാൽ ഈ കെ മുരളീധരൻ്റെ പൂർണ്ണമായ എതിർപ്പ് VD സതീശനോടാണ് എന്ന് കാണാൻ കഴിയും.
വി.ഡി. സതീശനാണ് എറണാകുളത്തെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും കേരളത്തിനെ മൊത്തത്തിൽ, അത് കോൺഗ്രസ് പാർട്ടിയെ മൊത്തത്തിൽ ഭരിക്കാനുള്ള ഒരു ത്വരയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് താൻ പറയുന്നിടത്ത് വേണം കാര്യങ്ങളെല്ലാം നിൽക്കാൻ എന്നുള്ള ആ ഒരു ചിന്താഗതിയുടെ പുറത്താണ് പലപ്പോഴും സുധാകരനെ തള്ളിപ്പറയുന്ന തരത്തിലേക്ക് വി.ഡി. സതീശൻ മാറിയത്. അതുമാത്രമല്ല, വി.ഡി. സതീശന് KPCC അടക്കി ഭരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ആ തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് താൻ പറയുന്നത് കേൾക്കുന്ന ചില ആൾക്കാരെ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിന് തെരഞ്ഞെടുപ്പിൽ നിന്നും സുധാകരനെ തെരഞ്ഞെടുപ്പിൻ്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ പോലും അദ്ദേഹം ശ്രമിച്ചില്ല. തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ പോലും വി.ഡി. സതീശൻ തയ്യാറായില്ല. അപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്നത് MM ഹസൻ ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതായത് KPCCയെ കൂടി മുച്ചൂടും വിഴുങ്ങി തൻ്റെ അണ്ടറിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ആക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ശരിക്കും വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ശ്രമങ്ങൾ ഈ പാർട്ടിയെ വിനാശത്തിലേക്ക് നയിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മുരളീധരനുള്ളത്. അതായത് പലപ്പോഴും മുരളീധരൻ്റെ ഒരു പ്രശ്നം, അദ്ദേഹം എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞു, എന്നെ ഇനിയും ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാലും ശരി, ഞാൻ ഇറങ്ങിപ്പോകില്ല. അത്രത്തോളം പാർട്ടിയുടെ കൂറുണ്ട്. അതൊരു പക്ഷേ പറഞ്ഞത് സ്വന്തം പെങ്ങൾ സഹോദരി BJP പാളയത്തിലേക്ക് ചേക്കേറിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു പറച്ചിൽ പറയേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം തന്നെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം ബോധവാനാണ്. അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വമായി ഒരു വലിയ ചെങ്ങാത്തത്തിലൊന്നുമല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഒരു ചെങ്ങാത്തമുള്ളത് സുധാകരനുമായി മാത്രമാണ്. പിന്നെ കുറേയധികം സാധാരണക്കാരായ പ്രവർത്തകരുമുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. അദ്ദേഹം ഒരിക്കൽ വിമർശിക്കുകയുണ്ടായി, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ, സാധാരണ പ്രവർത്തകരുടെ എണ്ണം കുറവാണ്. സാധാരണ പ്രവർത്തകരുടെ എണ്ണം ഉണ്ടായെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടി താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് മുകളിലേക്ക് വരാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പല പ്രവർത്തക ശിബിരങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് മുരളീധരനും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും തമ്മിൽ ഇടയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലത്. അതുകൊണ്ട് തന്നെ ഇനിയും മുരളീധരൻ്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള പല വാക്കുകളും വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം അദ്ദേഹം കടുത്ത നിരാശയിലാണ്. കാര്യം എവിടെയൊക്കെ കൊണ്ട് നിർത്തി അവിടെ പരാജയപ്പെടുത്താൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കൊണ്ട് കെട്ടിയിറക്കാൻ തീരുമാനിച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിൽ പോലും അദ്ദേഹത്തെ എവിടെയെങ്കിലും നിർത്തി പരാജയപ്പെടുത്തുക. ഇപ്പോൾ വടകര ജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവിടെ വി.ഡി. സതീശൻ്റെ ചിറ്റക്കാരനായ ഏറ്റവും അടുത്ത അനുയായിയായ ഷാഫി പറമ്പിലിനെ അവിടെ മത്സരിപ്പിക്കുന്നു. മുരളീധരനെ തൃശ്ശൂരിലേക്ക് വലിക്കുന്നു. തൃശ്ശൂരിൽ എന്നിട്ട് അദ്ദേഹത്തെ നിർത്തി പരാജയപ്പെടുത്തുന്നു. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ വടക്കാഞ്ചേരി തെരഞ്ഞെടുപ്പ് പോലെ നമ്മൾ കാണുന്നതാണ്. മുരളീധരനെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. വൈദ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ അദ്ദേഹത്തെ MLA പോലും ആകാതെ കരുണാകരൻ്റെ സ്വാധീനം കൊണ്ട് അവിടെ മന്ത്രിയായി മാറി. ഒടുവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി. ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നായി. അങ്ങനെ KPCC അധ്യക്ഷ സ്ഥാനവും രാജിവെച്ച് മന്ത്രിയായി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹത്തെ അവിടെ തോൽപ്പിക്കുന്നു. അങ്ങനെ കക്ഷത്തിലിരുന്നതും പോയി, ഉത്തരത്തിലിരുന്നതും പോയി എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് അവസാനം മനം മടുത്തിട്ടാണ് ഇവിടുന്ന് DIC എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കാൻ കരുണാകരനും മുരളീധരനും തീരുമാനിച്ചത്. പിന്നീട് ഇദ്ദേഹത്തെ വലിയ ശക്തനായ നേതാവ് എന്ന് കോൺഗ്രസ്സുകാരനെ വാഴ്ത്തിപ്പാടിയാണ് തിരികെ വീണ്ടും കോൺഗ്രസിനകത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ടോ ഇപ്പോൾ അദ്ദേഹത്തെ ചവിട്ടി എവിടം വരെ ചവിട്ടാമോ അവിടം വരെ ചവിട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നേതൃത്വം ചെയ്യുന്നത്. കാര്യം ഈ മുരളീധരനെ ഒതുക്കിയേ പറ്റൂ. മുരളീധരൻ ഇനിയിപ്പം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുരളീധരനെ ഒതുക്കിയേ പറ്റൂ. കാര്യം അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എവിടെയെങ്കിലും നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ മുരളീധരൻ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇതിൻ്റെ വാശി പിടിക്കുമെന്നുള്ള കാര്യം 100% ഈ പറയുന്ന നേതൃത്വത്തിന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിന് തടയിടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് മുരളീധരനോടുള്ള എതിർപ്പ്. ഇത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുരളീധരൻ ആവും വിധം നേതൃത്വത്തിനെതിരെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊട്ടൽ ഇനിയും മുരളീധരൻ്റെ നിരാശ അടങ്ങും വരെ ഇത്തരത്തിലുള്ള കൊട്ടലുകൾ ഇനിയും നമുക്ക് കേൾക്കേണ്ടി വരും എന്ന് സാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.